بسم الله الرحمن الرحيم അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തുക്കളെ സൃഷ്ടിക്കുകയും അവകളെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കുകയും ചെയ്തു. ഒരു വിഭാഗം നൂറാനികൾ, പ്രകാശമുള്ളവരാണവർ. അവരുടെ ഭക്ഷണം അവർക്ക് യോജിച്ച രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദിക്റും അള്ളാഹുവിനെ ആരാധിക്കലുമാണ്. അവർ പ്രകാശം കൊണ്ടുണ്ടാക്കപ്പെട്ടതായതുകൊണ്ട് അവർക്ക് നൽകപ്പെട്ട ഭക്ഷണവും അതേ സ്വഭാവത്തിലുള്ളതാണ്. മറ്റൊരു വിഭാഗം സൃഷ്ടികൾ മൃഗങ്ങളെപ്പോലെയുള്ള ജിസ്മാനികളാണ്, ശരീരത്തിൻ്റെ സ്വഭാവം മാത്രമുള്ളവർ. അവർക്ക് ഭക്ഷണമായി നൽകപ്പെടുന്നതും അവരോട് യോജിച്ച ഭൗതികമായ സ്വഭാവത്തിലുള്ളതാണ്. അവർ ഒരു ആരാധനയും ചെയ്യുകയില്ല. മനുഷ്യരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹു അവരിൽ റൂഹാനിയുടെയും ജിസ്മാനിയുടെയും വിശേഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി. അവൻ്റെ ശാരീരികമായ ഭക്ഷണം അവൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളതുപോലെ ഭക്ഷണവും വെള്ളവും എല്ലാമാണ്. അതേസമയം അവൻ്റെ റൂഹിൻ്റെ ഭക്ഷണം അള്ളാഹുവിൻ്റെ ദിക്റാണ്. അതാണ് അവൻ്റെ റൂഹാനിയായ തലം. മനുഷ്യൻ അവൻ്റെ നഫ്സിനോട് പോരാടുകയും എല്ലാവിധ തന്നിഷ്ടങ്ങളിൽ നിന്നും സ്വന്തത്തെ ശുദ്ധീകരിക്കുകയും ചെയ്താൽ അവൻ റൂഹാനിയായ സൃഷ്ടികളുടെ തലത്തിലേക്ക് ഉയരുകയും അവനേക്കാൾ ഉയർന്ന മലക്കുകളുടെ ഭാഗമാവുകയും ചെയ്യും. മലക്കുകളേക്കാൾ മഹത്വമുള്ളവരെയും മനുഷ്യരിൽ ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കും. ആരെങ്കിലും നഫ്സിൻ്റെ തന്നിഷ്ടങ്ങളിൽ മുഴുകിയാൽ അവൻ്റെ ജിസ്മാനിയായ പ്രകൃതത്തെ പിന്തുടർന്നതിൻ്റെ പേരിൽ അവൻ്റെ റൂഹാനിയായ അവസ്ഥ മരിക്കും. അങ്ങനെ അവൻ മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെടും. ഇൻഹും ഇല്ലാ കൽ അൻആം ബൽഹും അളൽ. അവർ കന്നുകാലികളെപ്പോലെ മാത്രമാകുന്നു, അല്ല അവരാകുന്നു കൂടുതൽ വഴിപിഴച്ചവർ. ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു തുടരെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെയാണ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അവരുടെ കൂട്ടത്തിൽ സ്വന്തത്തോട് അന്യായം ചെയ്തവരുണ്ട്, മധ്യനിലപാടുകാരും അവരിലുണ്ട്. അള്ളാഹുവിൻ്റെ അനുമതിയോടെ നന്മകളിൽ മുൻകടന്നവരും അവരിലുണ്ട്. സ്വന്തത്തോട് അന്യായം ചെയ്തവർ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നവരാണ്. എത്രത്തോളമെന്നാൽ അവൻ്റെ റൂഹാനിയായ പ്രകൃതം മരിക്കുകയും പകരം ജിസ്മാനിയായ പ്രകൃതം ജീവിക്കുകയും ചെയ്തു. അവരെക്കുറിച്ചാണ് ഇൻഹും കൽ അൻആം ബൽഹും അളൽ. അവർ കന്നുകാലികളെപ്പോലെ മാത്രമാകുന്നു, അല്ല അവരാകുന്നു കൂടുതൽ വഴിപിഴച്ചവർ എന്ന് അള്ളാഹു പറഞ്ഞത്. അവരെക്കുറിച്ച് തന്നെയാണ് ഉലായിക്കഹും ശർറുൽ ബരിയ, അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ എന്നവൻ പറഞ്ഞത്. മനുഷ്യരിൽ മധ്യനില സ്വീകരിച്ചവരുമുണ്ട്. ചിലപ്പോൾ അവർ മൃഗീയമായ ആഗ്രഹങ്ങളിൽ മുഴുകുകയും മറ്റു ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ആരാധനയിൽ മുഴുകുകയും ചെയ്യും. ഖലതു അമലൻ സ്വാലിഹൻ വ ആഖിറ സയ്യിഅ അസല്ലാഹു അൻ യതൂബ അലൈഹിം. സൽക്കർമ്മവും വേറെ ദുഷ്കർമ്മവുമായി അവർ കൂട്ടിക്കലർത്തിയിരിക്കുന്നു. അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചെന്ന് വരാം. മൂന്നാമത്തെ വിഭാഗം നന്മകളിൽ മുൻകടന്നവരാണ്. അവർ നഫ്സിൻ്റെ തന്നിഷ്ടങ്ങളിൽ നിന്നും നഫ്സിനെ ശുദ്ധീകരിക്കുകയും അവസാനം നഫ്സിനെ കൊല്ലുകയും ചെയ്തവരാണ്. അവർ അള്ളാഹുവിൽ പരിപൂർണമായും ഫന പ്രാപിച്ചവരും അള്ളാഹുവിലൂടെ നിലനിൽക്കുന്നവരുമാണ്. ഉലായിക്കഹും ഖൈറുൽ ബരിയ. അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഉത്തമർ. തന്നിഷ്ടങ്ങളിൽ നിന്നും നഫ്സിനെ സ്വതന്ത്രമാക്കാൻ പരിശ്രമിക്കുന്നതിലൂടെയാണ് ആത്മീയ യാത്രികൻ ഇബ്രാഹിമിയ മതത്തിലാവുന്നത്. ആരെങ്കിലും തൻ്റെ പക്കലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിലൂടെ അവൻ അള്ളാഹുവിൽ എത്തിച്ചേരും എന്ന് അള്ളാഹു പറഞ്ഞത് എത്ര വാസ്തവമാണ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയായാൽ അള്ളാഹു അവന് വേണ്ടിയാകുന്നതാണ്. അതുകൊണ്ട് സ്വന്തം സമ്പത്ത് അതിഥികൾക്ക് വേണ്ടി ചെലവഴിച്ച, മക്കളെ ബലി കൊടുത്ത, സ്വന്തത്തെ തീയിന് സമർപ്പിച്ച ഇബ്രാഹിമി മതം പിന്തുടരുക. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഏകനായ അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിച്ചു. അള്ളാഹു അല്ലാത്ത എല്ലാത്തതിനെയും തൻ്റെ ശത്രുവാക്കുകയും ചെയ്തു. ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ. എന്നാൽ അവർ എൻ്റെ ശത്രുക്കളാകുന്നു, ലോകരക്ഷിതാവ് ഒഴികെ. ഈ ഒരു വഴിയിലൂടെയാണ് മനുഷ്യന് അള്ളാഹുവിൽ എത്തിച്ചേരാൻ സാധിക്കുക. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ.
വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമത്തിൽ ഏർപ്പെട്ടവരാരോ അവർ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. തീർച്ചയായും അല്ലാഹു മുഹ്സിനീങ്ങളോടൊപ്പമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു